ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി, കുവൈറ്റാണ്. ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം. ഇതൊന്ന് എല്ലാവരിലും എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ഒരു കോൺഗ്രസിൻ്റെ ഏറ്റവും കോൺഗ്രസ്സിനെ ഞാൻ എൻ്റെ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരാൾ നമ്മുടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആ പ്രസ്ഥാനത്തിൽ ആണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നുള്ളത്. ഈ പറഞ്ഞ വ്യക്തിക്ക് അത് ഉറപ്പില്ലാത്തത് കൊണ്ടാണല്ലോ ഈ കാണുന്ന ആൾക്കാരുടെ മുഴുവൻ DNA ടെസ്റ്റ് നടത്തണമെന്ന് പറയുന്നത്. ഞങ്ങളെൻ്റെ പ്രസ്ഥാനത്തിലെ ഓരോ ആൾക്കാർക്കും നല്ല ഉറപ്പുണ്ട് അത് രാജീവ് ഗാന്ധിൻ്റെ മകൻ തന്നെയാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിൻ്റെ പേരക്കുട്ടിയാണ് എന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ ആളിന് പ്രധാനമന്ത്രി ആക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രസ്ഥാനം ഇങ്ങനെ ഘോരം പ്രസംഗിച്ചിട്ട് ഇതായിട്ട് നടക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ആദ്യം ഈ പറഞ്ഞ വ്യക്തി സ്വന്തം തന്തയ്ക്ക് തന്നെയാണോ പിറന്നത് എന്ന് ആ വ്യക്തിയാണ് ആദ്യം പോയി DNA ടെസ്റ്റ് എടുക്കേണ്ടത്. അതിന് പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യുന്ന ഭരണപക്ഷം. അപ്പോൾ 4 വോട്ടിന് വേണ്ടി ആരിനെ വേണം നിങ്ങൾ പുച്ഛിക്കുന്നുണ്ടല്ലോ. ഈ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെയും ഞങ്ങളുടെ രാഹുൽ ഗാന്ധിനെയും നിങ്ങളൊക്കെ പുച്ഛിക്കുന്നുണ്ടല്ലോ. എന്നും ദൈവം നിങ്ങളുടെയൊക്കെ കള്ളത്തരത്തിൻ്റെ കൂടെ കൂട്ടുനിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. മനസ്സിലാവുണ്ടോ? എല്ലാവരും ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തി കള്ളത്തരം കാണിച്ച് എല്ലാവരും ഇപ്പം നടക്കുന്നുണ്ടല്ലോ. എല്ലാ പ്രാവശ്യവും ദൈവം നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. സത്യം തെളിയും, അതിന് യാതൊരു സംശയവും വേണ്ട. ആദ്യം ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിനെ DNA ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ ആ തെണ്ടിയായ വ്യക്തിനെ ആദ്യം അയാളിൻ്റെ കുടുംബത്തിലത്തെ ആൾക്കാരിൻ്റെ DNA ടെസ്റ്റ് ആദ്യം പോയിട്ട് അയാൾ തെളിയിക്കട്ടെ അവർക്ക് തന്നെയാണോ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് വേണം മറ്റുള്ള പ്രസ്ഥാനത്തിലത്തെ ആൾക്കാരിനെ പറയാൻ. ഞങ്ങൾക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്, കോൺഗ്രസ്സുകാർക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട് രാജീവ് ഗാന്ധിൻ്റെ മകൻ തന്നെയാണ് എന്നുള്ളത്. പിന്നെ സാധ്യതകൾക്ക് വേണ്ടി ഓരോന്നും കാട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ എനിക്ക് ഈ സ്ഥാനാർത്ഥികളിനെയൊക്കെ സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത്. എന്താ ഓരോരുത്തർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. അയ്യോ ഡാൻസ് കളിക്കുന്നു, കോൺഗ്രസ്സിലത്തെ സ്ഥാനാർത്ഥികളിനെ കളിയാക്കുന്നു. ഈ പത്മജ പറയുന്നവൾ ഒരു കാലത്ത് തൃശ്ശൂരിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടു, സുരേഷ് ഗോപിക്ക് ഇവിടെ എന്ത്, അയാളിനെ ആർക്കും അറിയോ പോലും ഇല്ല എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം അത് തിരിച്ചു പറയുന്നത് തൃശ്ശൂരിൽ BJP ജയിക്കുമെന്ന്. എത്ര നാണവും മാനവും ഉണ്ട് പത്മജ നിനക്ക്? അതുപോലെ തന്നെയാണ് ആൻ്റണിൻ്റെ മകൻ ഇന്ന് പറയുന്ന ഓരോ വാക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം ആൻ്റണി, കരുണാകരൻ എന്ന് പറഞ്ഞൊക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു നേതാക്കന്മാരാണ്. അവരിനെ പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളൊക്കെ എന്താ പറയുക, അവനവൻ്റെ സ്വന്തം പല്ലിൽ കുത്തിയിട്ട് മറ്റുള്ള ആൾക്കാർക്ക് നാറ്റിക്കാൻ കൊടുക്കുന്ന രണ്ടാൾക്കാരാണ് അനിൽ K. ആൻ്റണിയും പത്മജയും. മനസ്സിലാവുണ്ടോ? സ്വന്തം കൂടപ്പിറപ്പാണ് അവിടെ മത്സരിക്കാൻ നിൽക്കുന്നത്. നിങ്ങൾ അയാൾക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ? നിങ്ങൾക്ക് തരാൻ പറ്റുന്ന മുഴുവൻ അംഗീകാരങ്ങളും ആൻ്റണിൻ്റെ മകനും കരുണാകരൻ്റെ മകനും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു നന്ദി പോലും ഇല്ലാതെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പോയത്? എന്നിട്ട് സ്വന്തം തന്തമാരിനെ കുറ്റം പറയുന്നതോ? അപ്പോൾ ആരിൻ്റെയാണ് DNA ടെസ്റ്റ് എടുക്കേണ്ടത് എന്നുള്ളത് നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഞാൻ ആ വാക്ക് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർക്ക് തട്ടിപ്പോകുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഒന്ന് ഓർത്തോണം, നിങ്ങളെല്ലാം പപ്പുമോൻ, വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയുണ്ടല്ലോ, ഓരോ നാടുകളിലും കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ
മണിപ്പൂർ തൊട്ട് ബോംബെ വരെ നടന്നിട്ട് ഓരോ ജനങ്ങളിനെയും ജാതിഭേദമെന്നി വെടുപ്പും വൃത്തിയും ഒന്നും നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നടന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിൻ്റെ അവതാരം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ഗാന്ധിജീൻ്റെ തലമുറയാണ്. ഗാന്ധിജീൻ്റെ അവതാരമാണ് രാഹുൽ ഗാന്ധി. മനസ്സിലാവുണ്ടോ നിങ്ങൾക്കൊക്കെ? ഒന്ന് മലന്ന് കിടന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിൻ. ഇന്ന് നിങ്ങൾ പപ്പു മോനാണ്, DNA ടെസ്റ്റ് എടുക്കണം എന്ന് പറയുന്ന നിങ്ങളൊക്കെ മലന്ന് കിടന്ന് ആലോചിക്കണം ഇവരൊക്കെ ആരായിരുന്നു എന്നുള്ളത്. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ പാർട്ടീൻ്റെ എല്ലായ്പ്പോഴും ഗാന്ധി കുടുംബം എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്ന് ഇതിലെല്ലാം നിൽക്കുന്നവർക്ക് എന്ത് അധികാരത്തിലും ഇല്ലെങ്കിൽ എന്ത് നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടാണ് നിങ്ങൾ നിന്നിട്ട് അവനവൻ്റെ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ട് അക്രമങ്ങളും അഴിമതികളും കാണിച്ചുകൊണ്ട് നടക്കുന്നത്? ഇന്ന് കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ജീവിക്കാൻ വേണ്ടി സ്ത്രീകളിൻ്റെ മാനത്തിന് വരെ ഇന്ന് യാതൊരു വിലയുമില്ലാതെ പൊറുതിമുട്ടി സാധനങ്ങളിൻ്റെ വിലയും വിലക്കയറ്റി സമ്പാദ്യം മുഴുവൻ ഇതിനു വേണ്ടി ചിലവാക്കാൻ പോലും തികയാതെ ജീവിക്കാൻ ബന്ധപ്പെടുന്ന ഈ ഇന്ത്യയിൽ ജനിച്ചുപോയി എന്നുള്ളൊരു ഇത് മാത്രമാണ് എനിക്ക് പറ്റിയത്. എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയിലാണല്ലോ അവരും ജനിച്ചത്, അവർ ഞങ്ങൾക്കും ജന്മം തന്നത് എന്ന്. എന്നിട്ട് ഈ പട്ടിണി ഞമ്മൻ്റെ നാട്ടിൽ ഇല്ല എന്നുള്ളത് ആര് പറഞ്ഞു? പട്ടിണി ഇല്ല എന്ന്. അവനവൻ്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കുന്നതല്ലാണ്ട് എത്ര പട്ടിണികൾ, എത്ര കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.